അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പള്ളിയുടെ കറണ്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താണെന്നുള്ളത് പല ആളുകളും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ പള്ളി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പള്ളി എന്നുള്ളത് ഒരു പൊതുവായ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു പൊതുമുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പള്ളികളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടാകും, ഫാന് ജമാഅത്തിന് വേണ്ടി മാത്രം ഫാന് ഉപയോഗിക്കുക, ജമാഅത്ത് കഴിഞ്ഞാൽ ഫാന് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എഴുതി വെച്ച പള്ളികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് അവിടുത്തെ ഫാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ചില പള്ളിയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കാത്ത പള്ളിയിൽ, പല പള്ളിയിലും ചില പള്ളിയിലൊക്കെ കമ്മിറ്റി തീരുമാനങ്ങളുണ്ടാവും. ഒരു പള്ളിയാകുമ്പോൾ പൊതുവായിട്ടുള്ള സ്ഥാപനമാണെങ്കിലും പള്ളിക്കും ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ ഈ ചിലവുകൾക്കൊക്കെ ആ നാട്ടുകാരിൽ നിന്ന് മാസം ഒരു സംഖ്യ പിരിച്ച്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വർഷത്തിലോ മാസത്തിലോ ഒക്കെ ആളുകളിൽ നിന്ന്, ആ മഹല്ലത്തിലുള്ള ആളുകളിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് പള്ളിയിലെ ഉസ്താദുമാരുടെ ശമ്പളം, പള്ളിയിലെ ഈ കറണ്ട് ചാർജ്, ഇതൊക്കെ അടച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചില പള്ളികളിൽ കമ്മിറ്റി തീരുമാനം ഉണ്ടാവും, ഉപയോഗിക്കാം, പുറമെന്ന് വരുന്ന ആൾക്കും നിസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതാനൊക്കെ കറണ്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള പള്ളികളാണ്, പ്രത്യേകം എഴുതി വെക്കാത്ത പള്ളികളാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകം അവിടെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം പള്ളി എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ്, നിസ്കാരത്തിന് അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ചില ആളുകളൊക്കെ നമ്മൾ ചില പള്ളിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ ആളുകൾ കിടക്കുന്നുണ്ടാകും, ഫാൻ അങ്ങനെ കറങ്ങുന്നുണ്ടാകും. ചിലപ്പോൾ അവർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അപ്പോഴും ഫാന് കറങ്ങുന്നുണ്ടാകും. ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരിക്കലും പള്ളിയുടെ കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ പള്ളിയുടെ ആ നാട്ടുകാരായ പള്ളി കമ്മിറ്റിപ്പെട്ട ആരെങ്കിലും അത് ഓഫ് ചെയ്യുക, അപ്പോൾ അത് ആ ആളുടെ മെക്കെട്ട് കയറുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം നമുക്ക് ചില പള്ളികളിൽ കാണാൻ കഴിയും. അപ്പോൾ പള്ളി എന്നുള്ളത് നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ പോലും പള്ളിയിലെ കറണ്ട് ഉപയോഗിക്കുന്നതിന് നിസ്കാരം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിനും കിടന്നുറങ്ങുന്നതിനൊക്കെ പള്ളിയിലെ കറണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, പള്ളിക്കും ഒരുപാട് ചിലവുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ചില ആളുകൾ ചോദിക്കും, പള്ളിയിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ ഫോണിൽ നിന്ന്? ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ദൂരെ വഴിക്ക് പോയി പെട്ടെന്ന് ഫോണിലെ ചാർജ് മുഴുവൻ തീർന്നു, ഫോൺ സ്വിച്ച് ഓഫായി, അല്ലെങ്കിൽ ഒരു ആൾക്ക് അത്യാവശ്യമായിട്ട് വിളിക്കണം. അപ്പോൾ എന്തായാലും ഫോൺ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോയി കുടുങ്ങിയ സമയത്തൊക്കെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയിട്ട് നമ്മൾ ചാർജർ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പള്ളിയിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അഥവാ ഒരു നിർവാഹവും ഇല്ല, നമുക്ക് ഫോണിൽ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഒന്ന് ചാർജ് ചെയ്ത് വെക്കണം എന്നൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ചാർജ് ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു സംഖ്യ ആ കറണ്ട് ചാർജിലേക്ക്, നമ്മൾ എടുത്ത കറണ്ടിലേക്ക്, ഉപയോഗിച്ച ആ കറണ്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സംഖ്യ എന്തെങ്കിലും ഒരു സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിലോ പള്ളിയിലുള്ള ഉസ്താദിനെ ഏൽപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പള്ളി പരിപാലനത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ച ഒരു പെട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി നിശ്ചയിക്കുക, അതിൽ കൊണ്ടുപോയി ഇടുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.